നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജോലിസ്ഥലത്ത് നിന്നും വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങിയ യുവതിയെ അയൽവാസി നടുറോഡിലിട്ട് കുത്തിക്കൊന്നു. ക്രിസ്റ്റഫർ നഗറിൽ ഇന്നലെ സന്ധ്യയോടുകൂടി നടന്ന ആക്രമണത്തിൽ പുറത്തൂർ വീട്ടിൽ ഫ്രാൻസിസിന്റെ മകൾ സൗമ്യ എന്ന 46 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതി ക്രിസ്റ്റഫർ നഗർ സ്വദേശി അപ്പാടൻ തോമസി എന്ന 65 വയസ്സുകാരനെ ഓലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ട് 7:30യോടുകൂടിയായിരുന്നു സംഭവം. യുവതിയുടെ അയൽവാസിയാണ് പ്രതിയായ തോമസ്. ഇരു കുടുംബങ്ങളും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ പ്രതി കിണറ്റിൽ വീണു. തുടർന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. പിന്നാലെ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സൗമ്യയെ ഇയാൾ വഴിയിൽ തടഞ്ഞു നിർത്തി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. നാട്ടുകാർ ഓടിയെത്തി സൗമ്യയെ കൂർക്കച്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മണപ്പുറം ഫിനാൻസിലെ ജീവനക്കാരിയാണ് സൗമ്യ. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ചിരാഞ്ചേരിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പ്രതിയായ തോമസ്. അയൽവാസിയായ തോമസിന്റെ പേരിൽ സൗമ്യ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിലും കേസെടുക്കുകയും ചെയ്തിരുന്നു. അയൽവാസികളായ ഇവർ തമ്മിൽ ഇടയ്ക്കിടെ തർക്കങ്ങളും നടക്കാറുണ്ട് എന്ന് നാട്ടുകാരും പറയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഓലൂർ പോലീസ് സ്റ്റേഷനിൽ വേറെയും കേസുണ്ട്. മരിച്ച സൗമ്യയുടെ മക്കൾ ആജ്ഞ, ആരോൺ എന്നിവരാണ്. മൃതദേഹം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സമാന രീതിയിൽ കുത്തി പരിക്കേൽപ്പിച്ചു എന്ന വാർത്ത വരുമ്പോൾ തന്നെ നേഴ്സ് എന്ന നന്ദനയെ കുത്തി പരിക്കേൽപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിധി ഇന്ന് വരാൻ പോവുകയാണ്. എന്തായിരിക്കും ആ വിധി എന്ന കാര്യം നമുക്ക് നോക്കാം. സമാനമായ രീതിയിൽ കുത്തി പരിക്കേൽപ്പിക്കുക, കുത്തി കൊല്ലുക എന്നൊക്കെയുള്ളത് വളരെ നിസ്സാരമായ ഒരു സംഭവമായി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രമസമാധാനത്തിന് മുകളിൽ വെക്കുന്ന അല്ലെങ്കിൽ മുകളിൽ ഓങ്ങുന്ന വാളായി അത് മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഒരു വശത്ത്, മറുവശത്ത് അതുപോലെ തന്നെ ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും വ്യക്തമാവുകയാണ്.